ഹലോ ഗായ്സ്, കുറേ നാളത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ച പോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ് ഇൻ കോയമ്പത്തൂർ. സൺഡേ മോർണിംഗ് രാവിലെ എണീക്കുന്ന എൻ്റെ ഒരു സ്വഭാവമല്ല, പക്ഷെ 10 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്. അതിനുള്ളിൽ പോയി ഫുഡ് എടുത്തില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടത്തില്ല. പക്ഷെ എണീച്ചത് വേസ്റ്റായ മട്ടാണ്, ഒന്നിനും കൊള്ളില്ലായിരുന്നു ഫുഡ്. പിന്നെ കിടന്നുറങ്ങിയ ഹരിണീനെ കുത്തി എണീപ്പിച്ച് ഞങ്ങൾ അടുത്തുള്ള ബേക്കറി പോയി ചായയും പിന്നെ വേറെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങി കിടന്നിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഞാനിവളെ, അതുകൊണ്ട് തന്നെ ആള് പാവം, നല്ല ടയേർഡായിരുന്നു. ബേക്കറിലെത്തിയപ്പോൾ ഞാൻ ഒരു ടീയും അവളൊരു ബ്രെഡ് ഓംലേറ്റാണ് ഓർഡർ ചെയ്തത്. ഏത് ദിവസമായാലും രാവിലെ ചായ കുടിക്കാതെ എനിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. PG-യിലാണെങ്കിൽ രാവിലെ ടീ ഇല്ല, വൈകുന്നേരം മാത്രമാണ് അവർ ടീ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചായ എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു നടന്നു PG-യിലേക്ക്. തിരിച്ചു വന്നപാടെ ഹരിണി വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ടെറസിലേക്ക് കയറി. 100-ന് മുകളിൽ ആളുകൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റൽ. അവിടെ ആകെ 2 വാഷിംഗ് മെഷീനാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒരെണ്ണം കേടു. അവസ്ഥ അല്ലാതെന്താ പറയുക, ഒരാഴ്ചത്തെ ഡ്രസ്സ് മൊത്തം ഞാനിരുന്ന് അലക്കേണ്ട അവസ്ഥയായി. നല്ല ദേഷ്യമുള്ള ഒരാളെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് അലക്കി ഞാൻ. ആ ഒരു 1.5 അലക്ക് കഴിഞ്ഞിട്ട് എനിക്ക് നിവർന്ന് നിൽക്കാൻ ഒരു 5 മിനിറ്റ് സമയം വേണ്ടി വന്നു. സൺഡേ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണതിനേക്കാൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ഒരു പ്രത്യേകതരം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത്യാവശ്യം ഉണ്ടായിരുന്ന പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ടൈമായി. ഇന്ന് നമ്മുടെ PG-യിൽ ജീര റൈസും പരിപ്പ് കറിയുമാണ് ഞങ്ങളുടെ ലഞ്ച്. രാവിലത്തെ ഫുഡിനെ വെച്ച് അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു, ഇന്ന് നമ്മളൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഗാന്ധിപുരം പോയി അവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വരക്കാമെന്ന്. കുറേ നാളായി ഞാൻ ശരിക്കും വരച്ചിട്ട്. എൻ്റെ ഒരു തെറാപ്പി പോലെയാണ് ശരിക്കും വരക്കുക എന്നുള്ളത്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു തീർത്ത ഒരു മൂവി സീരീസിലെ 2 ഫേവറേറ്റ് കപ്പിൾസാണ് ഇത്. ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂഡ് പോയി. പിന്നെ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. കമ്പനിയിൽ വന്നതിന് ശേഷം റെയറായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ ഒരു ചാൻസ് കിട്ടുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, ഇനിയും ഒരു ചായ കുടിക്കണമെന്ന്. നേരെ സെയിം ബേക്കറിയിലേക്ക് പോയി ചായ കുടിക്കാൻ. പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗാന്ധിപുരത്തേക്കുള്ള സ്ട്രേറ്റ് ബസ് കിട്ടി. അതിൽ കയറി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഫുൾ ഗാന്ധിപുരം. എപ്പോഴത്തെയും പോലെ ഞങ്ങൾ കറങ്ങാൻ പോകുമ്പോൾ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, അതാണ് സുരേഷ്. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട് മധു. അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്കൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞങ്ങൾ മെയിൻ ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്കാണ് വന്നത്. ആ ഒരു റോഡിൻ്റെ സ്ട്രീറ്റിൽ തന്നെ 3-4-5 ഗിഫ്റ്റ് ഷോപ്സാണ് നിരന്ന് കിടക്കുന്നത്. ഒരിടം ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു കണക്കിന് കുറേ ചോയ്സസ് ഉള്ളത് നല്ലത് തന്നെയാണ്. സുരേഷ് പറയുന്നു ഇതവൻ എനിക്ക് മേടിച്ചു തരാം. ഇങ്ങനത്തെ റിച്ച് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും. ഇത് ഏതോ കിഡ്നാപ്പിംഗ് കേസ് മാതിരി ഇருக்கு. സുരേഷിനും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ മെയിൻലി ഞങ്ങളുടെ കൂടെ വന്നത് തന്നെ. ഈ അടുത്ത് തന്നെ ഞാൻ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ട്രിപ്പിന് വേണ്ടി കുറച്ച് ഐറ്റംസ് എനിക്ക് മേടിക്കണമെന്നുണ്ട്. എൻ്റെ മനസ്സിനാണെങ്കിൽ ഇതൊന്നും കിട്ടിയില്ല. പിന്നെ മധുവിൻ്റെ ഗിഫ്റ്റ് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. കോയമ്പത്തൂർ സ്ട്രീറ്റ് മാർക്കറ്റിൽ നല്ല വിലക്കുറവാണ്. നല്ല ഹാൻഡ് ബാഗ്സും ഷൂസും ചപ്പൽസ് എല്ലാം കിട്ടും. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനുള്ള ഫണ്ടും ഒപ്പിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും വീണ്ടും നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത് എവിടേക്കാണ് പോയെന്ന് ഈ കണ്ണാടി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, സുഡിയോ തന്നെ. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ചെരുപ്പ് പൊട്ടി. ഒന്നും മേടിക്കേണ്ടെന്ന് വിചാരിച്ച് വന്ന ഞാൻ അവസാനം ഒരു ചെരുപ്പ് മേടിക്കേണ്ടി വന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നേരെ ഒരു ചാട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയിൽ കയറി ഞങ്ങൾ. അവിടെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു പാനിപ്പൂരിയാണ്. ആദ്യം ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ മെനു നോക്കി വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം പാനിപ്പൂരി ഓർഡർ ചെയ്തത്. പാനിപ്പൂരി നല്ലായിരുന്നുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഞാനൊരു ലൈം ജ്യൂസും പിന്നെ അവർ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഓർഡർ ചെയ്തു. എൻ്റെ ട്രിപ്പിൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടി. അതും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ സുരേഷിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. കോയമ്പത്തൂർ ഈ ഒരു സൺഡേ നൈറ്റ് ഉണ്ടാകുന്ന തിരക്കും ട്രാഫിക്കും പറയേണ്ട കാര്യം തന്നെയാണ്.
ചെക്കനെ ക്യാമറ കണ്ട ഭയങ്കര നാണ, അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫുള്ള് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി മേടിക്കാൻ വന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം സമയം 8:30 ആയി. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ PGയിലേക്ക് ബസ് ഓൾമോസ്റ്റ് സ്റ്റോപ്പായിട്ടുണ്ടാവും. ഇല്ലാത്ത ദൈവങ്ങളെ ഉള്ള ദൈവങ്ങളെ എല്ലാം മനസ്സിൽ ധ്യാനിച്ച് പോയി നോക്കിയപ്പോഴേക്കും അവിടെ ഒറ്റ ബസ് പോലും ഞങ്ങളുടെ PGയിലേക്കില്ല. പിന്നെ ആകെയുള്ള ഒരു രക്ഷ സുരേഷ് മാത്രമാണ്. അവൻ ആദ്യം എന്നെ കൊണ്ടുപോയി PGയിലാക്കി. പിന്നെ വീണ്ടും റിട്ടേൺ പോയി അവരെടുത്തിട്ട് വരാനായിരുന്നു പ്ലാൻ. സോ അപ്പം ഞാൻ നേരത്തെ PGയിലെത്തി. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി ഫ്രഷപ്പ് ഒക്കെ ആയി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നിങ്ങളത് മറന്നു എന്ന് എനിക്കറിയാം. ഞാൻ അലക്കിയിട്ട തുണി ഇപ്പോഴും ടെറസിൽ കിടക്കുകയാണ്. അത് ഓടിപ്പോയി എടുത്തിട്ട് വന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരും തിരിച്ചെത്തി PGയിൽ. അവരാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ വേറെ നിറച്ച് ഫുഡും കഴിച്ച് നേരെ ഉറക്കത്തിലേക്ക്. അപ്പോൾ പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്.